ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ആക്ഷനോ കാര്യങ്ങളോ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് ഒരു എഫേർട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇമോഷൻസ് ഒന്നും തയ്യാറാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മൂവ് ഓൺ ചെയ്യാം എന്നുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ആ ഒരു നിലപാടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാറ്റത്തിൽ നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അവർ ഏത് രീതിയിലാണ് നിങ്ങളെ നോക്കി കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച്, അതായത് പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക. കാരണം എല്ലാവർക്കും ഒരുപോലെ തന്നെ ജനറൽ റീഡിംഗ് റെസനേറ്റ് ആവണമെന്നില്ല. കാരണം നമ്മൾ ഒരു വ്യക്തികളുടെ പേരോ കാര്യങ്ങളോ എടുത്തിട്ട് അങ്ങനെയല്ല നമ്മൾ ജനറൽ റീഡിംഗ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് പറയാൻ കാരണം കുറച്ച് പേര് കമന്റ്സുകൾ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അവർക്ക് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും അത് സംഭവിക്കുന്നില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത്. അതിന്റെ റീസൺ മറ്റൊന്നുമല്ല, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പേഴ്സണൽ റീഡിംഗ് തന്നെ എടുത്ത് നോക്കിയാലാണ് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് പേരുടെ എനർജീസ് അവിടെ വരുന്നത്. അപ്പൊ അത് ആർക്കൊക്കെയാണോ റെസനേറ്റ് ചെയ്യുന്നത് അവരുടെ ലക്കാണ്, അവർക്ക് ലക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് തന്നെ എടുത്ത് നോക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതുപോലെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ജനറൽ റീഡിംഗിലാണെന്നുണ്ടെങ്കിലും ഒരു 100% അല്ലെങ്കിലും അതിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുക, ക്ലെയിം ചെയ്യുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവരുടെ പേരാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മൈൻഡിലേക്ക് കൊണ്ടുവരിക. എനർജി ആയിട്ട് ബാലൻസ് ആവുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. King of Pentacles, Five of Cups, Star Energy, Hermit, Nine of Cups, Five of Swords, Four of Swords, Ten of Wands, Seven of Cups, Page of Cups, Six of Wands, Temperance, Two of Cups, Five of Wands, The Lovers, Three of Cups, Six of Swords, Queen of Pentacles. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നമ്മൾ എടുത്തതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഒരു മൂവ് ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. മൂവ് ഓൺ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒറ്റയ്ക്ക് ആക്ഷൻ എടുത്ത് അല്ലെങ്കിൽ കൂടുതലായിട്ട് എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ മാത്രം എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ ടയേർഡ് ആണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു അവസ്ഥ, നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു നീക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോ എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഇനി ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്നുള്ള രീതിക്ക് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് സെൽഫ് ലവിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലവർ ആ ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യായിരിക്കും, ഞാൻ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ ഞാനൊന്ന് വിട്ടു നിൽക്കണോ എന്നുള്ള രീതിക്ക്. അപ്പൊ നിങ്ങളുടെ ആ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു നിലപാടിൽ അവരിൽ വരുന്ന മാറ്റങ്ങൾ, ഇപ്പൊ ചിലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു നിലപാട് എടുത്ത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ വ്യക്തിയുടെ പുറകെ നടന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു പുറകെ നടക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ ബാക്കിലേക്ക് മാറി നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ
അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ അവർക്കൊരു മിസ്സിംഗ് നിങ്ങളുടെ കാര്യത്തിൽ തോന്നുന്നുണ്ട്. മിസ്സിംഗ് എന്ന് പറയുമ്പോഴേക്കും അവര് നഷ്ടപ്പെടുത്തി കളഞ്ഞതാണോ എന്നൊരു ചിന്ത, അത് അവർക്കൊരു സ്പാർക്ക് പോലെ അടിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്പാർക്ക് അവരുടെ മനസ്സിലേക്ക് വരുമ്പോ അവർ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു സ്പാർക്കിൽ നിന്നുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഓർക്കുന്നത്. നിങ്ങൾക്ക് അവരോട് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് എത്രത്തോളം ആയിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അത് അവരിൽ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു കണക്ഷൻ നമുക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ ആക്ഷൻ എടുക്കാനുള്ള സാധ്യതകൾ ഇല്ല. കാരണം ഒരു പ്ലാനിങ്ങിന്റെ എനർജിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഇവിടെ മൊത്തത്തിൽ കണക്ട് ആകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ആക്ഷനും ഇപ്പൊ എടുക്കുന്നില്ല. അവരായിട്ട് തന്നെ ഒരു മാറ്റങ്ങൾ വന്നിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് മതി എന്നുള്ളൊരു ഉറച്ച നിലപാടിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് കൂടുതൽ കണക്ട് ആവുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അവര് സ്വയം നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ എന്നൊരു ചിന്തകളൊക്കെ ഇവരുടെ മനസ്സിലേക്ക് എന്തായാലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണെങ്കിലും കിങ് ഓഫ് പെന്റക്കിൾസ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് എനർജിയാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ രണ്ടുപേരും ഒരു കാര്യത്തിനായിട്ട് ആഗ്രഹിക്കുക. നിങ്ങളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആക്ഷൻ എടുക്കാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ബന്ധം ഉപേക്ഷിച്ച് പോവുക എന്നുള്ള രീതിക്കൊന്നും ആയിരിക്കില്ല. അത്രത്തോളം ഒരു മനസ്സിലായിരിക്കില്ല നിങ്ങൾ അങ്ങനെ ഒരു ആക്ഷൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്ക് ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മതിയായി. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. അവരുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ട് ഒരു നീക്കുപോക്കുകളോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല. അപ്പൊ ആ ഒരു വേദനിക്കുന്ന മനസ്സോടു കൂടി തന്നെ ആയിരിക്കും നിങ്ങൾ യാതൊരുവിധ എന്താ പറയാ ആക്ഷനോ കാര്യങ്ങളോ എടുക്കാതെ ഇപ്പൊ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഉള്ളുരുകിയുള്ള പ്രാർത്ഥനകൾ ഇപ്പോഴും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഒരു മാനിഫെസ്റ്റേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ ആ ഒരു രീതിയിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ അതേ ആഗ്രഹം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരിലും ഒരുപോലെ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ കുറെ നാളുകളോളം പുറകെ നടന്നിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് സഡൻ ആയിട്ട് മാറിപ്പോയപ്പോ ആദ്യ സമയത്ത് അവർ ചിന്തിച്ചിരിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ട്, ഓ ഇനിയിപ്പോ ആ ഒരു കാര്യങ്ങളൊന്നും ഇല്ല, അവർ ഫ്രീ ആണ്, അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എഫേർട്ട് എടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിക്ക് സ്വാർത്ഥപരമായിട്ട് അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോയ ഓരോ ദിവസം കഴിയും തോറും അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സിങ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവര് പല കാര്യങ്ങളിലൂടെ ഒരു റിയലൈസേഷനിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥമായ നിറഞ്ഞ സ്നേഹം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്, അതായത് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു എന്നൊരു തിരിച്ചറിവാണ് നിങ്ങളുടെ പേഴ്സണലി കൂടുതലായിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്നേഹത്തെ അവരായിട്ട് തന്നെയാണല്ലോ ഉപേക്ഷിച്ച് കളഞ്ഞത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന പാളിച്ചകളാണല്ലോ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങളാണെങ്കിലും ആത്മാർത്ഥപരമായ സ്നേഹം കാണിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സ്ട്രോങ് ഡിസിഷൻ ആയിപ്പോ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് അവരിലെ ആ ഒരു എനർജിയെ ഭയങ്കരമായിട്ട് തളർത്തുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് ഭയങ്കരമായ ഒരു കുറ്റബോധം ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. അവർ ഈ ഒരു സമയത്താണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലെ പുറകോട്ടേക്ക് ചിന്തിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാസ്റ്റിലേക്ക് അവരുടെ മനസ്സ് പോയിരിക്കുന്നത്. പാസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നല്ല മൊമെന്റ്സ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവര് നിങ്ങളോട് എന്തൊക്കെ രീതിയിലാണ് പെരുമാറിയിരുന്നത്, അല്ലെങ്കിൽ ഇവര് കാരണം നിങ്ങൾ എത്രത്തോളം വേദനകളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് താൻ ചെയ്ത കാര്യങ്ങൾ കുറച്ച് കൂടുതലായിരുന്നല്ലോ എന്നുള്ള തിരിച്ചറിവ് അവരിൽ വരുന്നത്. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലൊക്കെ അറിയാവുന്ന ബന്ധങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല നല്ല വ്യക്തികൾ, ശത്രുക്കളും ഉണ്ടായിരിക്കാം, നല്ല നല്ല വ്യക്തികളുടെ എനർജി കുറച്ചുകൂടെ വരുന്നുണ്ട്. ഇവർക്ക് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇവർ നിങ്ങളെക്കുറിച്ച് ആരോടെങ്കിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ കാണിച്ചത് മണ്ടത്തരമായി പോയി, അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് നിന്നോട് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു, നിന്റെ ഭാഗത്തു നിന്ന് പറ്റിയിരിക്കുന്ന ആ ഒരു പാളിച്ചകൾ തന്നെയാണ് ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള റീസൺ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ആ ഒരു സംഭവവും അവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മറ്റാരും ഇവരെ ഒരു ഉപദേശിക്കാനുള്ളതായിട്ട് നമുക്കിവിടെ കാണാം. ഉപദേശം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ആവണമെന്നൊന്നുമില്ല. ഒരുപക്ഷെ അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി ഒരു ഡിവൈൻ കണക്ഷൻ ആയിരിക്കാം. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഒരു ഗാർഡിയൻ സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഒരു മുതിർന്ന ഒരു ഉപദേശം കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സൈഡ്, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അവരാണെങ്കിലും ചിന്തിച്ചു കൂട്ടുക മീൻസ് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർത്ത് പല കാര്യങ്ങളിലും ഒരു വ്യക്തത അവർക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് വ്യക്തതകൾ വരുമ്പോൾ അവർ വളരെയധികം ഈ ഒരു വേദനാജനകമായ അവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഭാരം, കുറ്റബോധം ഭയങ്കരമായിട്ട് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കരമായിട്ട് എത്രത്തോളം ഈഗോ ഉള്ള വ്യക്തികളായിക്കൊള്ളട്ടെ, എന്ത് കാര്യമുള്ള വ്യക്തികളും ആയിക്കൊള്ളട്ടെ,
കുറ്റബോധം സ്വയമേ തന്നെ സ്വന്തം മനസ്സറിഞ്ഞ് കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രയാസമാണ്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയിൽ എന്തായാലും ആ ഒരു കുറ്റബോധം ഇപ്പൊ ഭയങ്കരമായിട്ട് അലതല്ലുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നല്ലൊരു ബാലൻസിങ് വേണം, നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ വരണം. അതിന് മുന്നോടിയായിട്ട് എത്രയൊക്കെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ തയ്യാറാകില്ല എന്നുള്ള രീതിയായിരിക്കാം ഇവരെ ചിലപ്പോൾ നിങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ വല്ലാത്തൊരു ഭയം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിനിപ്പോൾ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നൊരു നിലപാടിലേക്ക് വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തുവാനും ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ കിടക്കുന്ന പല പല കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് റിവീൽ ചെയ്യുക, എല്ലാം തുറന്നു പറയുക, അതോടൊപ്പം ഒരു ക്ഷമാപണം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ നടത്താനും മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നുണ്ട്. ഇവർക്കൊരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ബന്ധങ്ങളായിരിക്കാം. കാരണം ഇവിടെ തടസ്സങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിന് ഇവർക്ക് തടസ്സങ്ങളുണ്ട്. ചിലവരുടെ കേസിൽ ചിലപ്പോൾ ജെന്യുവിൻ ആയിട്ടുള്ള സാഹചര്യം കൊണ്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ചിലവരുടെ കേസിൽ അല്ലാത്ത അവരുടെ സ്വാർത്ഥപരമായ രീതിയിലുള്ളതും ആയിരിക്കാം. രണ്ട് സാഹചര്യമാണ് എന്നുണ്ടെങ്കിലും അവരിൽ ആദ്യം ഒരു കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അവർക്ക് എവിടെ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങളെ സമീപിക്കണം എന്നുള്ള കാര്യത്തിന് ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഈ ഒരു ദുഃഖകരമായ അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ആക്ഷൻ എടുക്കാത്ത സ്റ്റേജ് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ നിലച്ചു പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനെ ഒന്ന് തരണം ചെയ്യുന്നതിന് വേണ്ടി ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനകള്. അപ്പോ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പിരിച്വൽ കണക്ഷൻ ഉള്ളവരായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാത്തവരായിരുന്നിരിക്കാം. ഇപ്പൊ നിലവിൽ എന്തായാലും ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് കുറച്ച് കൂടുതലായിട്ട് ആ ഒരു കണക്ഷൻ വന്നിരിക്കുന്നത്. തടസ്സങ്ങള് കാര്യങ്ങള് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം എന്നൊരു ആഗ്രഹം. കാരണം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തില് വീണ്ടും ആ ഒരു പരസ്പര സ്നേഹം കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ബോണ്ടിങ്ങിലേക്ക് കൊണ്ടുവരണം. ഒരു ഷെയറിംഗ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഷെയറിംഗ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മുഖേനയാണ് നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറുക, ഒരുപാട് വേദനിക്കുക, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മയിൽ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പൊ അവരെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഈ ഒരു ഡിസിഷൻ ആണ് നിങ്ങളുടെ പേഴ്സണെ മാറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി മാറ്റം, നിങ്ങളുടെ ഡിസിഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പുറകെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇവര് നിങ്ങളുടെ വാല്യൂ കണ്ടില്ല. ഇപ്പൊ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് എന്നുള്ള തിരിച്ചറിവ് അത് ഇവരിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഞെട്ടൽ അവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ടും മാത്രല്ല, നിങ്ങളിൽ വന്നിരിക്കുന്ന ഇത്രയും വലിയൊരു മാറ്റം അവർക്ക് ഭയങ്കരമായിട്ടൊരു ഷോക്ക് ആക്കിയിരിക്കുകയാണ്. ആ ഒരു സ്പാർക്ക് അവരിലേക്ക് അടിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സ്പാർക്ക് തന്നെയാണ് എന്ത് വില കൊടുത്തിട്ടും നിങ്ങൾ വേണം എന്നുള്ള ഒരു ആഗ്രഹം. ആ ഒരു സ്വാർത്ഥപരമായ രീതിയിൽ അവരിപ്പോ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ അവരിപ്പോ നോക്കി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ വ്യക്തി ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആക്ഷനും കാര്യങ്ങളൊന്നും എടുക്കാതെ മാറി നിൽക്കുന്നവരാണെങ്കിൽ പോലും അവർ ഈ ഒരു രീതിയിലേക്കൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായിട്ട് തോന്നാം. കാരണം നിങ്ങളുടെ വ്യക്തി ഒരു ആക്ഷനും എടുക്കാതെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ആക്ഷൻ എടുക്കാതിരുന്നിട്ട് വീണ്ടും വീണ്ടും ഇവരുടെ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ അല്ല, ഒരു സ്ട്രോങ് ഡിസിഷനിലേക്ക് നിങ്ങൾ ഇപ്പോൾ നിൽക്കുകയാണ്. അത് ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ തന്നെ ആയിരിക്കണം എന്നില്ല. നിങ്ങളുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന മുറിവായിരിക്കാം നിങ്ങൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തി നോക്കുമ്പോൾ നിങ്ങൾ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മൂവ് ഓൺ ചെയ്യുകയാണെന്നൊരു ചിന്തയാണ് അവരിലേക്ക് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ അവരോട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാറി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും അവർ ആദ്യ സമയങ്ങളിലൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർ അവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് മാറിപ്പോയവരാണ്. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത് ഉറച്ചതാണ് എന്നൊരു അല്ല അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവാണ് അവരെ കൊണ്ട് ഈ ഒരു രീതിയിലൊക്കെ ചിന്തിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ മാറിപ്പോവും, വീണ്ടും നിങ്ങളായിട്ട് തന്നെ ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരുന്ന രീതി ആയിരിക്കാം. അപ്പൊ അങ്ങനെയാണ് ആദ്യമൊക്കെ ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഡിസിഷനിൽ വന്നിരിക്കുന്ന ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉറച്ച തീരുമാനം അതെന്തായാലും നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ
എത്ര കഠിനമായിട്ടുള്ള മനസ്സുള്ളവരായിരുന്നു എന്നുണ്ടെങ്കിലും, എത്ര സ്വാർത്ഥപരമായ മനസ്സുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാലും അവരിപ്പോ മാറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ മറ്റൊരു രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനകത്തൊരു കണക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ലവേഴ്സ് എനർജിയാണ്. ഭയങ്കരമായൊരു പ്രണയം, സ്നേഹം, അട്രാക്ഷൻ ഇതെല്ലാം ഇവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. ഫിസിക്കലി ഒക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഫിസിക്കൽ അട്രാക്ഷൻ കാണാം. മെന്റലി ആണെന്നുണ്ടെങ്കിലും കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ചേഞ്ചസിലൂടെ നിങ്ങൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക മാത്രമായിരിക്കില്ല, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ പോലും നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. ഭയങ്കരമായിട്ട് ദുഃഖിച്ച് കാര്യങ്ങളിൽ ഒന്നും നടക്കാതെയൊക്കെ പോയ വ്യക്തികളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരുങ്ങി നടക്കുന്നു, നല്ല രീതിക്ക് ഡ്രസ്സ് ചെയ്യുന്നു, എല്ലാ രീതിക്കും നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആക്റ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്ന വാശിയായിരിക്കാം അതിനുള്ള കാരണം. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ മാത്രം ഇങ്ങനെ വേദനിക്കുന്നത്, എനിക്ക് എൻ്റെതായ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ മാത്രം സ്നേഹം കൊടുത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള നിങ്ങളുടെ ചിന്താഗതികൾ നിങ്ങളുടെ ഉള്ളിലെ ഉറങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ ആ ഒരു എനർജിയെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് ഇവിടെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. ഭയങ്കരമായിട്ടൊരു കുറ്റബോധം എന്നതിനേക്കാൾ കൂടുതൽ നഷ്ടബോധമാണ് ഇവർ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് വില കൊടുത്ത് നിങ്ങളെ വേണമെന്നൊരു ആഗ്രഹമൊക്കെ ഇവരുടെ ഉള്ളിലേക്ക് ഇപ്പൊ തോന്നുന്നത്. മാത്രമല്ല സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിലവിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കുകൾ, പ്രശ്നങ്ങൾ നടക്കുന്നു. അതുപോലെ തേർഡ് സിറ്റുവേഷൻ ഒക്കെ ഉള്ള ബന്ധമാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇവരുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ എടുക്കാതിരിക്കില്ല. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് ആണ്. എങ്കിലും അവര് ഈ ഒരു സ്റ്റേജ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ഒന്ന് പരിഹരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഇവരിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മാറ്റം കണ്ടിട്ട് എന്തെങ്കിലും ആവട്ടെ എന്നാൽ പോയല്ലോ, ഞാൻ ഇനി എന്റെ കാര്യം നോക്കി പോകട്ടെ എന്ന് പറയുന്ന ഒരു പേഴ്സണെ അല്ല കാണിക്കുന്നത്. അവർ ഒരുപക്ഷെ ആദ്യ സമയത്തൊക്കെ അങ്ങനെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് അവരുടെ പുറകെ ഇങ്ങനെ നടന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ. പക്ഷെ ഇപ്പൊ അവരങ്ങനെയല്ല. അങ്ങനത്തെ ഒരു ചിന്തയിൽ നിന്ന് വളരെ പെട്ടെന്ന് സഡൻ ആയിട്ട് മാറിയിട്ട് ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. അവർക്ക് പറ്റിപ്പോയ അബദ്ധത്തിൽ അവരിപ്പോ ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഒരു എന്താ പറയാ കണക്ഷൻ വേണമെന്ന ആഗ്രഹത്തോടു കൂടി വരാനുള്ള സാധ്യതകൾ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിന്റെ കൂടെ മറ്റുള്ളവരുടെ ഉപദേശവും. ഓൾറെഡി വീക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ, അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവർ വന്നിട്ട് നിന്റെ തെറ്റാണ് എന്ന് കൂടെ പറയുമ്പോഴേക്കും അവർ വീണ്ടും വീക്ക് ആവുകയാണ്. ചിലപ്പോൾ അവർ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും മാറിക്കഴിയുമ്പോൾ ഒറ്റക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ചിന്ത തന്നെയാണ് നിങ്ങളെ തിരിച്ചു വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് ഇവരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു സമയത്ത് സ്നേഹവും കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ സ്നേഹവുമായിട്ട് മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതേ സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് വരാനും അതുപോലെ തന്നെ അർഹതപ്പെട്ട സ്നേഹം നിങ്ങൾക്ക് നൽകാനും അവർ ആത്മാർത്ഥമായിട്ട്, മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട് മാത്രമല്ല, നല്ല നല്ല ഉപദേശങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ നിന്നുള്ള നല്ല പോയിന്റുകൾ സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ സ്നേഹത്തെ അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരോട് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആത്മാർത്ഥത അത് എത്രത്തോളം ആയിരുന്നു എന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ ഈ ഒരു നിലപാടുകൾക്ക് ഇത്രയും ഒരു എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അവര് തന്നെയാണെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളാന്നുള്ളത് അവരെന്തായാലും സ്വയം മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചപ്പാടുകളുടെ വ്യത്യസ്തത തന്നെയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നതും. കാരണം ഇവര് തന്നെ ആക്ഷൻ എടുത്ത് വരുന്ന എനർജിയാണ്. അതായത് നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലാതെ ഇവരായിട്ട് നിങ്ങളിലേക്ക് വരിക. ഇത്രയും നാളും നിങ്ങൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴൊന്നും ഇവര് നിങ്ങളെ പ്രത്യേകിച്ച് ഗൗനിച്ചിരുന്നില്ല. ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ വേണ്ടത്ര ഒരു എഫേർട്ട് ഇവർ എടുക്കുന്നുണ്ടാവില്ല. മാത്രമല്ല നിങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ടാവും. അവോയ്ഡ്നെസ്, ഒരുപാട് ഹൈഡിങ് കാര്യങ്ങൾ കാണിക്കുക, നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ, അതിന്റെ പേരിലൊക്കെ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു കാര്യങ്ങൾ സ്വയമേ അവർ തിരിച്ചറിയുന്നുണ്ട് എന്തായാലും. അപ്പൊ എന്തായാലും നിങ്ങളുടെ വ്യക്തിയിൽ ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് കുറച്ച് നിങ്ങൾ വേദനകളിലൂടെയാണ് മുന്നോട്ടേക്ക് പോയത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു തീരുമാനം എടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ടായിരിക്കും. എന്നാൽ നിലവിൽ അവർക്ക് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും ചിലവരുടെ കാര്യത്തിൽ. അതിപ്പോ നിങ്ങളുടെ പേഴ്സന്റെ ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഭയങ്കരമൊക്കെയുള്ള ഒരു ഈഗോ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ എനർജി മാറണമെന്നില്ല. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തിയും കുറച്ചധികം ഈഗോ ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ്. എങ്കിലും ഇപ്പൊ നിലവിൽ അവർക്ക് ആ ഒരു എനർജി വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതങ്ങനെയാണ്. ഒരാൾ പുറകെ നടക്കുമ്പോഴേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആരാണെന്നുണ്ടെങ്കിലും ഈ നടക്കുന്ന ആ ഒരു പേഴ്സന്റെ
മനസ്സ് കാണാനോ അല്ലെങ്കിൽ അവർക്കൊരു വാല്യൂ നൽകാനോ ചിലപ്പോൾ തയ്യാറാകില്ല. എന്നാൽ ആ ഒരു പ്രസൻസ് മാറിക്കഴിയുമ്പോഴാണ് ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത മനസ്സിലാക്കുകയുള്ളൂ. അപ്പോഴാണ് ആ ഒരു നഷ്ടബോധം അവരെ അലട്ടുകയുള്ളൂ. ഇത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു ഉറച്ച നിലപാടില് അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ അത്ഭുതവും കാര്യങ്ങളും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളിലേക്കൊക്കെ ആദ്യം നിന്നെങ്കിലും അതിനു മുമ്പ് ആക്ഷൻ എടുക്കാതിരുന്നു. പിന്നെ കൺഫ്യൂഷൻ വന്നു, ഒരു നിലപാടില്ലായ്മ വന്നു. എന്നാൽ ഇപ്പൊ എന്തും വരട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് മുന്നോട്ടേക്ക് വേണമെന്നൊരു ചിന്തകളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു കണക്ഷൻ നടത്തി വരാൻ സാധ്യതകളുണ്ട്. അവരിപ്പോ ഇമോഷൻസ് കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അർഹമായ രീതിയിലുള്ള സ്നേഹം അത് നിങ്ങളിലേക്ക് തന്നെ നൽകണം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് മനസ്സ് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലേക്ക്. അത് അവർക്ക് അവരെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തത്രയും ഒരു എനർജിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും റെസനേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെയാണോ നിൽക്കുന്നത് എന്നുള്ളത്. അതുപോലെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കാത്തവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇവരോട് സംസാരിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്താണോ ഒരു ക്ലാരിറ്റി കിട്ടാനുള്ളത്, തീർച്ചയായും നിങ്ങൾക്ക് അത് ചോദിക്കാം അവരോട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. R എന്നൊരു ലെറ്റർ, 1986, 44, 38, അനിഴം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ഏപ്രിൽ മന്ത്, ചോതി, ലിബ്ര, വി എന്നൊരു ലെറ്റർ, കോട്ടയം എന്നൊരു ജില്ല വന്നിട്ടുണ്ട്. കാർത്തിക, N എന്നൊരു ലെറ്റർ, 34, വിത്തിൻ 3 months കാണിക്കുന്നുണ്ട് ചിലരുടെ കേസിൽ. 3 മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കണക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. 3 എന്നൊരു നമ്പർ കാണിക്കുന്നുണ്ട്. 3 ദിവസത്തിനുള്ളിലും ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കണക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ജൂലൈ മന്ത്, T എന്നൊരു ലെറ്റർ, മെയ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. N എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഏരീസ് എന്നൊരു സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.